വെൽക്കം ടു WM മീഡിയ. നമ്മുടെ കൂടെ ഇന്ന് സ്റ്റുഡിയോയിൽ വന്നിട്ടുള്ളത് UAE നാടകവേദികളിൽ നിറസാന്നിധ്യമായിട്ടുള്ള നൗഷാദ് ഇക്കയാണ്. നൗഷാദ് ഇക്കയോട് ഈ UAE നാടകത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് വിനീത, ആദ്യം തന്നെ എന്നോട് നന്ദി പറയുകയാണ്. താങ്ക് യു. ഇങ്ങനെ നാടകത്തിനെക്കുറിച്ച് ചോദിക്കുന്നതിന് വേണ്ടി നമ്മളെ ഇൻ്റർവ്യൂ എന്നാണോ അതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല പറയേണ്ടത്, എങ്കിലും ചോദിച്ചറിയാൻ വന്നില്ല. നാടകത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നാടകം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കലയാണ്. അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഭയങ്കരമായിട്ടുള്ള സന്തോഷമാണ്. എന്താണെന്ന് പറയുക, ഇത് കുട്ടിക്കാലത്ത് തുടങ്ങിയ ഒരു മലയാളത്തിൽ, നമ്മുടെ പച്ചയായ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അതൊരു ഭ്രാന്തായിരുന്നു. സ്കൂൾ കാലഘട്ടങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങി അത് ക്യാമ്പസ് കാലഘട്ടങ്ങളിലേക്ക് അവിടുന്ന് UAE എത്തപ്പെട്ട എൻ്റെ ഭ്രാന്തമായ നാടക സ്നേഹമാണ് ഇന്ന് എന്നെ ഇവിടെ ഈ കസേരയിൽ വിനീത വന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് വേണ്ടി ഇരിക്കാൻ കാരണഭൂതരായിരിക്കുന്നത്. ഇനി നാടകത്തിലേക്ക് ഞാൻ എങ്ങനെ വന്നു, എൻ്റെ നാൾ വഴികൾ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 ദിവസമൊക്കെ വേണം. പക്ഷേ ചുരുക്കിയെന്ന് പറയാം അല്ലേ? ഇത് എത്ര സമയമുണ്ട്? കുറേ സമയമുണ്ടോ? അതറിയില്ല, നൗഷാദ് സംസാര രീതി അനുസരിച്ചിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, നാടക ഭ്രാന്ത് തലയിലുണ്ടായിരുന്നു ക്യാമ്പസ് കാലഘട്ടങ്ങളിൽ നിന്നൊക്കെ. അങ്ങനെ UAE എത്തുന്നു. എല്ലാ മനുഷ്യരും വരുന്ന പോലെ തന്നെ ജീവിതം മാർഗം ആയിട്ട് തന്നെയാണ് ഒരു പ്രവാസിയായിട്ട് ഞാൻ UAE വന്നത്. നാടകം ഉള്ളിൽ ഒരു ഭ്രാന്തമായ ഒരു ആവേശം കൊണ്ട് നടക്കുമ്പോഴും ജീവിതത്തിലെ പ്രവാസ ജീവിതം എല്ലാവരും എന്തിനാണോ പണമുണ്ടാക്കണം, നല്ലൊരു ജോലി നേടണം, ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് വന്നത്. അങ്ങനെ നല്ലൊരു ജോലി കിട്ടുന്നു, കാലഘട്ടങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പോഴും എവിടെയൊക്കെ ഒരു നോവുള്ളിലുണ്ടായിരുന്നു, നാടകം പ്രാവർത്തികമാക്കാൻ പറ്റാത്തത് എന്ന്. അപ്പോഴും ഞാൻ ഈ UAE നാടകങ്ങൾ കാണുന്നില്ല. അതായിരുന്നു എൻ്റെ വിഷമവും. ഒരിക്കൽ ഞാൻ ടൊയോട്ടയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അബുദാബിയിൽ അൽഫത്തെ മോട്ടോഴ്സിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ ആകുന്നു. അവിടെ ഒരു ബാച്ചിലേഴ്സ് റൂമിൽ താമസിക്കുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ ഒരു സുഹൃത്തുമായി നടക്കാനിറങ്ങുമ്പോൾ കേരള സോഷ്യൽ സെൻ്റർ എന്നൊരു ബോർഡ് അബുദാബി കാണുന്നു. എൻ്റെ സുഹൃത്ത് പറഞ്ഞു, ഇവിടെ നാടകമുണ്ടെന്ന് ഒന്ന് കാണുന്നുവെന്ന് ചോദിച്ചു. സത്യത്തിൽ ഉണ്ടായ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് ഇന്നും ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു, കാരണം നാടകമോ ഇവിടെയോ എന്ന് പറഞ്ഞു. കാലഘട്ടം 20 വർഷം മുമ്പ് പിന്നിലേക്ക് നമ്മൾ പോകണം, അതായിരുന്നു. അങ്ങനെ ആ കേരള സോഷ്യൽ സെൻ്ററിൻ്റെ പടി കടക്കുന്നു. അവിടെ അന്നൊരു നാടകം അരങ്ങേറുന്നത് ഞാനൊരു കാഴ്ചക്കാരനായി വളരെ അത്ഭുതത്തോടു കൂടിയും വിസ്മയത്തോടു കൂടി ആ നാടകം ഞാനിന്ന് അവിടെ കാണുകയായിരുന്നു. നാടകം ഞാനിപ്പോഴും ഓർക്കുന്നു. കേളു എന്ന് പറയുന്ന നാടകമായിരുന്നു ഞാൻ കാണുന്നത്. ഞാൻ തിരിച്ചിറങ്ങുന്നു. ആ വേദിയിലെ ജനങ്ങളും ആ സ്റ്റേജും ഒക്കെ വളരെയധികം മനസ്സിനകത്തൊരു വിങ്ങലായി സന്തോഷമായൊക്കെ ഞാനിങ്ങനെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഷാർജയ്ക്ക് ട്രാൻസ്ഫർ ആകുന്നു. കുടുംബവുമായി വിവാഹിതനാകുന്നു, കുടുംബവുമായി ജീവിക്കുന്നു. അപ്പോഴും നാടകം എന്നൊക്കെ ഇങ്ങനെ ഉള്ളിലുണ്ട്. സിനിമ ഒരുപാട് കാണുമായിരുന്നു, പക്ഷേ എന്നെ ഭരിച്ചിരുന്ന എപ്പോഴും നാടകമായിരുന്നു. അപ്പം നിങ്ങൾ ചോദിക്കും, സിനിമ ഒരുപാട് കാണുമ്പോഴും സിനിമ അഭിനയ മോഹത്തേനേക്കാൾ ഉപരി നാടകം എന്നുള്ള ഒരു ഭ്രാന്ത്. ഞാനൊരു നടനാണോ എന്ന് എനിക്ക് തന്നെ അറിയില്ല, പക്ഷേ നാടകം എന്നിൽ ഭ്രാന്തമായ ഒരു ആവേശം ഉണ്ടാക്കിയിരുന്നു. ഷാർജയിലെത്തുന്നു. അങ്ങനെ യാദൃച്ഛികമായി ഞങ്ങളൊരു വില്ലയിൽ താമസിക്കുന്ന ഫാമിലിയായിട്ട്. അപ്പം അവിടെ ഒരു ചേച്ചി വരുന്നു, ജീന രാജീവ് എന്നാണ് ചേച്ചിയുടെ പേര്. കാരണം എനിക്കത് ആ പേര് പറയാതെ പോകാതെ പറ്റില്ല. ആ ചേച്ചിയാണ് നാടകം നമുക്കൊരു നാടകം ചെയ്താലോ അബുദാബിക്ക് വേണ്ടി എന്ന് ആദ്യമായി എന്നോട് ചോദിക്കുകയാണ്. ആ ചോദിക്കൽ നമുക്ക് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ എല്ലാ സൗഹൃദങ്ങളും കൂടി ചേർന്ന് ആദ്യമായി ഒരു നാടകം ചെയ്ത്, അത് ചെറിയ വേഷം അതിനകത്ത്. കാരണം എന്താണ് അവിടുത്തെ നാടക സമ്പ്രദായങ്ങൾ, എന്താണ് ജഡ്ജ്മെൻറ്റ്, ഒന്നൊന്നും അറിയത്തില്ല. അങ്ങനെ ബായൻ എന്ന് പറയുന്ന ഒരു നാടകം ചേച്ചി പ്രധാന വേഷം ചെയ്യുന്നു. ചേച്ചിയുടെ ഭർത്താവ് ആ നാടകം സംവിധാനം ചെയ്യുന്നു. അബുദാബിയിൽ പോയി അത് അവതരിപ്പിക്കുന്നു. നാടകത്തിന് അങ്ങനെ, കാരണം കേരളം കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ അമേച്വർ നാടക മത്സരമാണ് ഭരത് മുരളി നാടകോത്സവം അബുദാബി. ആ വേദിയിൽ കയറുന്നു. ആ വേദിയിൽ നിന്ന് കയറണമെന്ന് മാത്രമായിരുന്നു ആദ്യത്തെ ആഗ്രഹം. അത് സാധിച്ചു.
തിരിച്ചു വരുന്നു. അടുത്ത എല്ലാ ഡിസംബർ മാസങ്ങളിലുമാണ് ഈ നാടകം അരങ്ങേറുന്നത്. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു സംഘടനയ്ക്ക് വേണ്ടി ഞാനൊരു എന്നെ ഒരു നാടകത്തിലേക്ക് വിളിക്കുന്നു. ഇവിടെ ഞാൻ ആ സേവനം എന്ന് പറയുന്ന സംഘടനയ്ക്ക് വേണ്ടി ആ നാടകം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് അതിൻ്റെ ചർച്ചയിൽ എൻ്റെ മനസ്സിൽ നിന്ന് ഒരു ചോദ്യം വരുന്നു, നമുക്ക് KR മീരയുടെ ആരാച്ചാർ എന്ന് പറയുന്ന നാടകം ചെയ്താൽ എന്താണെന്ന്. അങ്ങനെ അത് മാസ് എന്ന് പറയുന്ന ഇവിടുത്തെ ഏറ്റവും വലിയ സംഘടനയുണ്ട്. മാസ് സംഘടനയിലേക്ക് അത് അവതരിപ്പിക്കപ്പെടുന്നു. അങ്ങനെ അപ്രൂവൽ കിട്ടുന്നു. ജിനോ ജോസഫ് എന്ന് പറയുന്ന സംവിധായകൻ വരുന്നു. ആരാച്ചാറിലും ഒരു ചെറിയ വേഷം ചെയ്യുന്നു. പക്ഷേ ആ വർഷത്തെ മികച്ച നാടകമായി ആരാച്ചാർ തിരഞ്ഞെടുക്കപ്പെടുന്നു, ഏറ്റവും മികച്ച നാടകം. പിന്നെ ഒരു ഊർജ്ജമാണ് നാടകത്തിനെക്കുറിച്ച്, ഓരോ വർഷവും കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ചില സംഘടനകളിലൊക്കെ വേണ്ടി ചെറിയ ചെറിയ നാടകങ്ങൾ ചെയ്യുന്നു. അതിന് ശേഷം അടുത്ത നാടകം. അങ്ങനെ ഈ നാടക ജീവിതം ഇങ്ങനെ പോവുകയാണ്. ഗ്രാഫ് ഇങ്ങനെയായിരുന്നു പോകുന്നത്, അല്ലാതെ ഇങ്ങനെയല്ല നാടകത്തിൻ്റെ ഗ്രാഫ് പോയത്. അത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത വർഷത്തെ നാടകം വരാൻ നേരത്ത് അജ്മാൻ സോഷ്യൽ സെൻ്റർ ഉണ്ട്, ISC എന്ന് പറയും. അവിടുത്തെ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ജാസിം വിളിക്കുന്നു. പ്രിയനന്ദൻ സാർ ആണ് ആ പ്രാവശ്യം നാടകം ചെയ്യാൻ വരുന്നത്. പ്രശസ്ത സിനിമാ സംവിധായകനായ പ്രിയനന്ദൻ സാറിൻ്റെ നാടകത്തിൽ നല്ലൊരു പ്രധാനപ്പെട്ട വേഷം എനിക്ക് തരുന്നു. അങ്ങനെ ആ ജീവിത നാടകത്തിൻ്റെ വഴികളാണ്. ഇങ്ങനെ വന്ന് അങ്ങനെ കുറേ നാടകങ്ങൾ ചെയ്താണ്. എല്ലാം കൂടെ പേരിന് ഞാൻ പറയുന്നില്ല. അതിനുശേഷമാണ് ആദ്യമായി ഇന്ത്യൻ സോഷ്യൽ സെഞ്ചർ അജ്മാൻ ഒരു നാടകം ചെയ്യുന്ന സമയത്ത് ഞാനൊരു ട്രൂപ്പ് ചമയത്തിൻ്റെ പേരിലുണ്ടാക്കുന്നു. എൻ്റെ സുഹൃത്തുക്കളെ ചേർന്നിട്ട് ചമയം തിയേറ്റേഴ്സ് കൂമൻ എന്ന് പറയുന്ന ഒരു നാടകം അവിടെ അരങ്ങേറുന്നു. ആ വർഷത്തെ എല്ലാ സമ്മാനങ്ങളും ഈ നാടകത്തിനാണ്. മികച്ച നടൻ മുതൽ തുടങ്ങി മികച്ച നാടകം, മികച്ച സംവിധായകൻ, മികച്ച നടി, മികച്ച ലൈറ്റ്, സംഗീതം, അങ്ങനെ അത് വീണ്ടും ഒരു ഊർജ്ജമായി മനസ്സിലേക്ക് കയറി നാടകങ്ങൾ. ഇതിൽ നിന്നുമാണോ ചമയം കോസ്റ്റ്യൂംസ് എന്നുള്ളത് ഉണ്ടായത്? അതെ, കോസ്റ്റ്യൂംസ് എന്ന് പറഞ്ഞാൽ ആരാച്ചാർ എന്ന് പറയുന്ന നാടകം നടക്കുന്ന സമയത്ത് ഇത് ബംഗാളിൽ നടക്കുന്ന കൽക്കട്ടയിലെ ഒരു കഥയാണ്. അവിടത്തേക്ക് കുറച്ച് ഓർണമെൻറ്റ്സുകൾ വേണം. അപ്പോൾ എന്നോട് അതിൻ്റെ സംവിധായകൻ ജിനോ ജോസഫ് പറഞ്ഞു, നമുക്ക് കുറച്ച് ഓർണമെൻറ്റ്സ് നോക്കാം. അന്ന് ഇങ്ങനെ ഒരു കട ആകെ ഒരെണ്ണമേ ഉള്ളൂ. അവിടെ ചെന്ന് നോക്കുമ്പോഴേക്ക് അവിടെ ഇങ്ങനെ ഒരു ഓർണമെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സത്യത്തിൽ അവിടെ നിന്നാണ് എനിക്ക് ആ ഒരു ഐഡിയ തോന്നുന്നത്, നമുക്കെന്തുകൊണ്ട് ഇങ്ങനൊരു സ്ഥാപനം, പൈസയല്ല ആദ്യം ഉദ്ദേശിച്ചത്, കുറേ ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് വരുത്തി വെച്ചിട്ട് നമുക്ക് നാടകങ്ങൾക്കും ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടി കൊടുക്കാമല്ലോ എന്നൊക്കെയുള്ള ഒരു ആശയം വരികയും അതൊരു ചെറിയ രീതിയിലാണ്. അന്നേരം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം പണമാണല്ലോ മുഖ്യം, അതുകൊണ്ട് അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇത് ദൈവസഹായത്താൽ ഇത് വെച്ച് കയറ്റമാകുന്നു. ആൾക്കാർ നമ്മളെ തേടിയെത്തുന്നു. ചമയം ഡാൻസ് കോസ്റ്റ്യൂം അങ്ങനെ. അപ്പോഴും എൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്ന നാടകം തന്നെയായിരുന്നു കേട്ടോ. ഒരു പാർട്ടായിട്ടായിരുന്നു. അന്ന് എൻ്റെ ഭാര്യയായിരുന്നു നോക്കി നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവിടുന്ന് നാടകങ്ങൾ ചെയ്ത് വന്ന് സ്വന്തമായി ആദ്യമായൊരു ബൃഹത്തായ നാടകം ഭരതമുരളിയിൽ ലങ്കാലക്ഷ്മി എന്ന് പറയുന്ന ഒരു വലിയ നാടകം, എനിക്ക് അഭിമാനിക്കാനുള്ള ഏറ്റവും വലിയ വക ലങ്കാലക്ഷ്മിയിൽ അന്ന് ഞാൻ എൻ്റെ ലങ്കാലക്ഷ്മിയിലൂടെ അബുദാബി ഭരതമുരളിക്ക് പരിചയപ്പെടുത്തിയ ദിവ്യ ബാബുരാജ് എന്ന് പറയുന്ന അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട്. ഒരു നായിക. അവർ പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് 3 അവാർഡ് മികച്ച നടിയായിട്ട് അബുദാബിയിൽ നേടിയിരിക്കുകയാണ്. അതിനടുത്ത വർഷം ഞാൻ അത് എമിൽ മാലവി എന്ന് പറയുന്ന ഒരു ഏറ്റവും നല്ലൊരു സംവിധായകനെ കൊണ്ടുവന്ന് അത് ചെയ്യിക്കുന്നു. രണ്ടാമത്തെ നാടകം അഭിമന്യു എന്ന് പറയുന്ന സംവിധായകനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഒരു നാടകം ചെയ്യുന്നു, ടോയ്മാൻ. അതിലെ നായിക സുജ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കടയിൽ വന്നൊരു കസ്റ്റമറായിരുന്നു. കാഷ്വലി സംസാരിച്ച് എൻ്റെ നാടകത്തിലേക്ക് എടുക്കുന്നു. അവർ ആ വർഷത്തെ മികച്ച നടിയാകുന്നു. ഇതൊക്കെ സംഭവിക്കുന്നതാണ്. ഈ നാടകം എപ്പോഴും സംഭവിക്കുന്നതാണ്. അങ്ങനെ അത് കഴിഞ്ഞു നാടകം ചെയ്തായിരുന്നു. നാടകം ഒരു വർഷം എനിക്ക് എൻ്റെ ജീവിതത്തിൽ പേഴ്സണലായിട്ടുള്ള ചില നഷ്ടങ്ങൾ സംഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് നാടകങ്ങൾ ചെയ്യാൻ പറ്റാതെ വന്നു. പക്ഷേ ഞാൻ വീണ്ടും ഈ വർഷം ഗലീലിയോ എന്ന് പറയുന്ന, അത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. സുവീരൻ മാഷ് എന്ന് പറയുന്ന പ്രശസ്തനായ സിനിമാ നാടക സംവിധായകനോടൊപ്പം ഒന്ന് വർക്ക് ചെയ്യണമെന്ന്. അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ബാക്കിയുള്ള ഓരോ സംവിധായകരുടെയും നമുക്ക് തരുന്ന എക്സ്പീരിയൻസ്, അതാണ് ചമയം തിയേറ്റേഴ്സ് ഒരിക്കലും കൊണ്ടുവന്ന സംവിധായകരെ തന്നെ കൊണ്ടുവന്നിട്ടില്ല. മാറി മാറി ഞാൻ പരീക്ഷിക്കുന്നത് അവരോട് അവരുടെ കഴിവുകേടിൽ വിശ്വാസം അല്ലെങ്കിൽ കഴിവ് കുറവോ ഉള്ളവരായിട്ടല്ല. പക്ഷേ നമ്മളൊരു നടനെ പ്യൂരിഫൈ ചെയ്യണമെങ്കിൽ, നമ്മുടെ നാടകത്തിൻ്റെ അറിവിനെ ഒന്നുകൂടി തേച്ച് മിനുക്കി എടുക്കണമെങ്കിൽ നമുക്ക് പുതിയ ആൾക്കാരെ പരിശീലനം കിട്ടിക്കൊണ്ടേയിരിക്കണം. കാരണം ഒരിക്കലും ഒരു നടനായാലും നടിയായാലും ഏതൊരു കലാരൂപങ്ങളായാലും ഒരിക്കലും ഒന്നും അവസാനിക്കുന്നില്ല. കാരണം എല്ലായ്പ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഗീതം പഠിക്കുന്നവർ പഠിച്ചുകൊണ്ടിരിക്കും, അഭിനയിക്കുന്നവർ അഭിനയം പഠിച്ചുകൊണ്ടിരിക്കും. ആരും പൂർണ്ണരാകുന്നില്ല. ഒരു അവാർഡ് കിട്ടിയതുകൊണ്ടൊന്നും എവിടെയും പൂർണ്ണതയൊന്നുമില്ല. അപ്പം ഞാനിപ്പോൾ ഒരുപാട് സംസാരിക്കുന്നത് വെച്ചാൽ നാടകത്തിനെക്കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് വല്ലാത്തൊരു ആവേശമായിപ്പോയി. അപ്പോൾ തന്നെ എന്നോടൊപ്പം തന്നെ ചേർന്ന് പ്രവർത്തിച്ച ഒരുപാട് സൗഹൃദങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്.
അതായത് കനലിൻ്റെ സോമൻ പ്രണമത എന്ന് പറയുന്ന ചേട്ടൻ വിനോദ്, പിന്നെ വരുവാണെന്നുണ്ടെങ്കിൽ മുരളി കുനുച്ചി, പറയുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നന്ദൻ, പ്രകാശ് തച്ചങ്ങാട്. എന്നെ ഏറ്റവും കൂടുതൽ എന്നെ പരിശീലിപ്പിച്ചിട്ടുള്ള ഒരാളാണ് പ്രകാശ് തച്ചങ്ങാട്. പിന്നെ എൻ്റെ മെൻറ്ററും എന്ത് അഭിപ്രായങ്ങളും ഇന്ന് വലിയൊരു നടനായ അഷ്റഫ് കിരാലൂർ. ഇങ്ങനെ പോകുന്ന ഒരു നീണ്ട നിര തന്നെ. എൻ്റെ ആ നാടകത്തിലൂടെ കിട്ടിയ സൗഹൃദങ്ങൾ അത് വളരെ വലുതാണ്. അതായത് അതിനൊരു പ്യൂരിറ്റി ഉണ്ട് നാടകത്തിനകത്ത് എപ്പോഴും. അങ്ങനെ കുറേ ഇപ്പോൾ തന്നെ നമ്മൾ ആക്ട എന്ന് പറയുന്ന ഒരു നാടക സംഘം തന്നെ ഈ UAE നാടക കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മ തന്നെ ഉണ്ട്. അവിടെ നമ്മളിപ്പം ഇഫ്താർ വിരുന്ന് നടത്തുന്നു. അബുദാബി ഭരത് മുരളി നാടകോത്സവം കഴിയുമ്പോഴത്തേക്ക് അവർ നമ്മൾ അനുമോദിക്കുന്നു. നാടക ചർച്ചകൾ നടക്കുന്നു. പിന്നെ വരാൻ പോകുന്ന ഡിസംബർ മാസങ്ങളിൽ സത്യം പറഞ്ഞാൽ UAE എല്ലാവർക്കും ഉത്സവമാണെന്ന് തന്നെ പറയാം. കാരണം ആ തണുപ്പ് വക വെക്കാതെ ദുബൈയിൽ നിന്നും ഷാർജയിൽ നിന്നും അജ്മാനിൽ നിന്നും റാസൽ ഖൈമിൽ നിന്നുമൊക്കെ രാത്രി വണ്ടി ഓടിച്ച് 8 മണിക്ക് തുടങ്ങുന്ന നാടകം കണ്ടിട്ട് വെളുപ്പിന് 4 മണിക്ക് ഇവിടെ എത്തും. അതുപോലെ തന്നെ വിനീതയുടെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. കാരണം ഒരു നാടകം അവിടെ ഉണ്ടാകുന്നത്, ജനിക്കുന്നത് വളരെ ഈസി ആയിട്ടല്ല. 2 മാസം നിരന്തരമായിട്ടുള്ള ഹാർഡ് വർക്കുണ്ട്. ഈ ജോലികളുടെ ഇടയ്ക്കാണ് ആൾക്കാർ ഇവിടെ ഈ പ്രാക്ടീസ് ചെയ്യാൻ വരുന്നത്. ഡെഫിനറ്റ്ലി അതാണ് നമ്മൾ അവരെ ഇങ്ങനെ കൈ കൂപ്പേണ്ടതെന്ന് പറയട്ടെ. ഇതിനകത്ത് ലേഡീസ് ഉണ്ടാകും. ഒരു എങ്ങനെയായാലും ഒരു നാടകത്തിന് അണിയറയിലും അരങ്ങിലുമായിട്ടൊരു 25-30 പേരുണ്ടാകും. ഇവരൊക്കെ എന്നും 8 മണി മുതൽ രാത്രി 12-1 മണി വരെ കഠിനമായ പ്രയത്നത്തിലൂടെ ആണ് റിഹേഴ്സൽ ക്യാമ്പുകൾ. ആ റിഹേഴ്സൽ ക്യാമ്പുകൾ ആ 2 മാസം ഉത്സവങ്ങളാണ്. എല്ലാവരും വളരെ സന്തോഷഭരിതമായിട്ടും, പക്ഷേ എല്ലാവരും പ്രതീക്ഷിക്കും. പക്ഷേ എപ്പോഴും വിജയങ്ങൾ പരിമിതമാണ്. കാരണം 1, 2, 3 എല്ലാവർക്കും വിജയികളാകാൻ പറ്റില്ലല്ലോ. കുറച്ച് പേർ നിരാശരാകും. എങ്കിലും ആ നാടകത്തിൽ പങ്കെടുക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. എന്താണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പെർഫെക്റ്റായിട്ട് ചെയ്തെന്ന്. പക്ഷേ ജഡ്ജ്മെൻറ്റ് വരുന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലാകും നമ്മൾ തെറ്റാണോ ശരിയാണോ എന്നൊക്കെ ഉള്ളത്. ഇങ്ങനെയാണ് നാടകം. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഒരുപാട് വാചാലനായില്ലേ. എന്താ അറിയാമോ, ഈ നാടകത്തിനെ കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്. എൻ്റെ ഒരുപാട് പ്രിയപ്പെട്ട, അതുപോലെ തന്നെ മിനി അൽഫോൺസ്, എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ശീതൽ ചന്ദ്രൻ, ദേവി സുമ, അങ്ങനെ കുറേ ആൾക്കാർ നമ്മളോടൊപ്പം ഉണ്ട്. കാരണം ഞാൻ പേര് ഒരു സോണ ജയരാജ്, ഇവരൊക്കെ നമ്മളോട് ആദ്യം തൊട്ട് തന്നെ നാടകത്തിനകത്ത് ഒപ്പം ചേർന്ന് നിൽക്കുന്നതാണ്. ഇപ്പോൾ തന്നെ ഇവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ട് നാടകത്തിന്. അറിയാമല്ലോ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഓരോരോ നാടക സംഘങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പം നാടകം എന്ന് പറയുന്നത് ഒരു ജീവവായു തന്നെയാണ്. ഇനി നാടകത്തിനെക്കുറിച്ചാണോ അറിയേണ്ടത്, ജീവിതത്തിനെക്കുറിച്ചാണോ അറിയേണ്ടത്, അത് ചോദിക്കൂ. ഞാൻ സംസാരിച്ച് ഇങ്ങനെ കേട്ട് വിനീത അല്ലേ സൈലൻ്റായി. നൗഷാദ് അഭിനയിച്ചിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം അല്ലെങ്കിൽ മറക്കാനാവാത്ത ഒരു കഥാപാത്രം ഉണ്ടാവുമല്ലോ, അതെന്തായിരിക്കും? ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, വിനീതയ്ക്ക് എത്ര കുട്ടികളുണ്ട്? എനിക്ക് 2 കുട്ടികൾ. 2 കുട്ടികൾ. ആരെയാണ് കൂടുതൽ ഇഷ്ടം? അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇതേ അവസാനമാണ് എനിക്ക്. എങ്കിലും അതിനൊരു മറുപടി ഉണ്ടാവണമല്ലോ ചോദിച്ച സ്ഥിതിക്ക്. അങ്ങനെ മറുപടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം രാവണൻ, ലങ്കാലക്ഷ്മി, CN ശ്രീകണ്ഠൻ നായരുടെ അദ്ദേഹത്തിൻ്റെ ലങ്കാലക്ഷ്മി എന്ന് പറയുന്ന നാടകത്തിൽ രാവണൻ എന്നുള്ളൊരു ക്യാരക്ടർ ചെയ്ത്, അതെന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കരമായിട്ട് മറക്കാൻ പറ്റാത്ത. കാരണം എന്നിലെ നടനെ എനിക്കെപ്പോഴും തോന്നും ഇത്രയും കൂടുതൽ ഡയലോഗ്സിൻ്റെ ഒരു സംസ്കൃതം കലർന്ന മലയാളത്തിലൂടെ ഇത്രയും ഭാഷ ഒരു വേദിയിൽ നിന്ന് സംസാരിക്കാൻ പറ്റിയ, അതിനകത്ത് എനിക്ക് പുരസ്കാരവും ലഭിച്ചു. അതിനും ഞാൻ സന്തോഷവാനാണ്. ഒരു പുരസ്കാരമോ കിട്ടിയതിനകത്ത് മാത്രമല്ല, അത്ര എഫേർട്ട് അടിക്കുകയും അത് നന്നായി എന്നെ പഠിപ്പിച്ചു തന്ന പിന്നെ എമിൽ മാധവി എന്ന് പറയുന്ന ഡയറക്ടറോടും കൂട്ടത്തിനൊപ്പം നിന്ന് ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ അത് ഏറ്റവും ഇഷ്ടം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ്. പിന്നെ ഇപ്പം ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്ത ഒരു നാടകം ഉണ്ടായിരുന്നു, ഗലീലിയോ എന്ന് പറയുന്നത്. ഗലീലിയോ എന്ന് പറയുന്നത് ഒരു സംഭവം തന്നെയായിരുന്നു നാടകം. പക്ഷേ അതിന് ചില പാളിച്ചകളൊക്കെ പറ്റി, അത് തുറന്ന് പറയാതിരിക്കാൻ വയ്യ. ലൈറ്റിൻ്റെയും LED വാളിൻ്റെയും ഒക്കെ അതുകൊണ്ട് പ്രേക്ഷകനുമായിട്ട് കുറേയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ പോയി എന്ന്. അത് ലൈറ്റൊക്കെ ഒരു അമ്പേ പരാജയമായി പോയ ഒരു നാടകവും ആയിപ്പോയി. പക്ഷേ ഗലീലിയോയും എൻ്റെ പ്രഥമ സ്ഥാനങ്ങളിൽ ഒന്ന് തന്നെയാണ്. പിന്നെ ബാക്കിയുള്ള എല്ലാ കഥാപാത്രങ്ങളുടെ വലിപ്പവും ചെറുപ്പവും ഒന്നും അല്ലല്ലോ. നമ്മൾ ചെയ്യുന്ന എല്ലാം ആഗ്രഹിച്ച് ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നതാണ്. അതെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇടിച്ചിടിച്ച് കയറും. അങ്ങനെയാണ് അതിൻ്റെ ഒരു മറുപടി അതാണ് കേട്ടോ.
ഇനി ഇവിടെ വന്നിട്ട് സിനിമയിൽ അഭിനയിക്കാൻ വല്ല ചാൻസും കിട്ടിയിട്ടുണ്ടോ? സിനിമയിൽ അഭിനയിക്കാൻ കുറേ ചാൻസ് കിട്ടി. ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അരിയാണ് ബിഗിലേ മുഖ്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ അരിയാണ് ബിഗിലേ മുഖ്യം എന്ന് എടുത്തു പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സിനിമയിലൊക്കെ അഭിനയിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ നാട്ടിലേക്കാണ് ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. 2 മാസം 1 മാസം ചിലപ്പോൾ 3 ദിവസമേ ഷൂട്ട് കാണത്തുള്ളൂ. ചെറിയ കഥാപാത്രങ്ങളായിരിക്കും. പക്ഷെ നമ്മൾ 1 മാസം 1.5 മാസമൊക്കെ നാട്ടിൽ സ്പെൻഡ് ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് എൻ്റെ പൊന്നോ ഇവിടെ ഒരു നടക്കില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇവിടെ വരുന്ന സിനിമകളിലൊക്കെ പിന്നെ പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഈഗോ നമുക്കും ഉണ്ടല്ലോ. നമ്മൾ വിചാരിക്കും നമ്മളെ ഇങ്ങോട്ട് വിളിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടം പണ്ടുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഭാഗ്യത്തിന് എനിക്ക് മഞ്ജു വാര്യർ എന്ന് പറയുന്ന നടിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരുടെ കൂടെ തന്നെ എനിക്ക് ഐഷ എന്ന് പറയുന്ന ചിത്രത്തിൽ നല്ലൊരു വേഷം കിട്ടിയതായിരുന്നു. യാദൃച്ഛവശാൽ അതൊരു വേറൊരു വേഷത്തിലേക്ക് മാറേണ്ടി വന്നു. അത് വലിയൊരു കഥയാണ്, അതിപ്പോൾ പറയുന്നില്ല. സോ എങ്കിലും ഒരു 12 ദിവസം ആ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞു. മഞ്ജു വാര്യർ എന്ന അതുല്യ പ്രതിഭയോടൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി. ഒപ്പം തന്നെ അമീർ പള്ളിക്കൽ എന്നൊരു മികച്ച സംവിധായകൻ്റെ കീഴിൽ അഭിനയിക്കാനും പറ്റി. അത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നേട്ടമായി കരുതുന്നു. ഇപ്പോഴും ഒരു തമിഴ് സിനിമ വന്നിട്ടുണ്ട്. പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ ഏത് സമയത്താണ് നാട്ടിൽ പോകേണ്ടത്, അവർ 1.5 മാസമാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ്. പിന്നെ കുറേ ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ഡയറക്റ്റ് ചെയ്യുന്ന വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് കേട്ടോ ഞാൻ ഈ കുറേ സ്കിറ്റ് റിലേറ്റ് ചെയ്തിട്ട് കുറേ കാര്യങ്ങളൊക്കെ പഴയ സിനിമ പാട്ടുകൾ, കാരണം എനിക്ക് ഭയങ്കര മെമ്മറിയാണ്. പഴയ സിനിമകളും പാട്ടുകളും അത് ഹൃദയത്തിലേക്ക് സ്റ്റിക്ക് ഓൺ ആയിപ്പോയതാണ്. അല്ലാതെ പെട്ടെന്നുണ്ടായതൊന്നുമല്ല. അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ചെറിയ നോട്ടീസിനകത്തൂടെ സിനിമകൾ കാണുന്നു. വീട്ടിൽ നിന്ന് ചെറിയ പൈസ ചിലപ്പോൾ തന്നില്ലെങ്കിൽ അത് മോഷ്ടിച്ചുകൊണ്ട് പോയി സിനിമ കാണുന്നു. ഈ ഒരു ലൈഫൊക്കെ ആയിരുന്നു നമുക്ക് കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ നിന്ന് ആ മനസ്സിനകത്തോട്ട് കയറി ആരാണ് സംവിധായകൻ, ആരാണ് ആക്ടേഴ്സ്, ആരാണ് ലിറിക്സ്, ആരാണ് മ്യൂസിക്, ഇങ്ങനെയൊക്കെ ഏത് പ്രൊഡക്ഷൻസാണ്, ഇതൊക്കെ ഭയങ്കരമായിട്ട് മനസ്സിലേക്ക് കയറി പോയതാണ്. അത് എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നണം. ഇന്ന് പല വേദികളിലും എന്നോട് സുഹൃത്തുക്കൾ ചോദിക്കും, എവിടെ ഇരുന്ന് പഴയകാല പാട്ടിനെക്കുറിച്ചോ സിനിമയെക്കുറിച്ചൊക്കെ ഒരു ആർഗ്യുമെൻറ്റ്സ് നടന്നാലും കൃത്യമായി പറയാൻ സാധിക്കുന്നിടത്താണ് എനിക്ക് ഭയങ്കര സന്തോഷം. അതൊക്കെ നമ്മളൊക്കെ ഒരു മനുഷ്യന് അത് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കഴിവെന്നല്ല ഞാൻ പറയുന്നത്, അത് അയാൾ അത്രയേറെ പ്രിയപ്പെട്ടതായതുകൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് പ്രിയപ്പെട്ടതായതുകൊണ്ട് തന്നെയാണ്. അപ്പം ഈ ഫീൽഡ് എപ്പോഴും നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ആ പ്രിയപ്പെട്ടത് ഞാൻ ഹാപ്പിയാണ് ആ ഒരു കാര്യത്തിനകത്ത്. കാരണം എനിക്ക് ആ വേദിയിൽ കയറണമെന്ന് ആഗ്രഹിച്ചു, ഒരു പുരസ്കാരം കിട്ടണമെന്ന് ആഗ്രഹിച്ചു. ഇതെല്ലാം ദൈവത്തിൻ്റെ സഹായത്തിൽ നടന്നു. പിന്നെ ഒരുപാട് നല്ല നാടക സൗഹൃദങ്ങൾ, UAE ഒരുപാട് നാടക സൗഹൃദങ്ങൾ, നല്ല സുഹൃത്തുക്കളെ ലഭിച്ചു എന്നുള്ളതും വലിയൊരു കാര്യമാണ്. ഞാൻ ലാസ്റ്റ് അഭിനയിച്ചത് ഗലീലിയോയിലല്ലേ? ഗലീലിയോ ഈ നമ്മളതിനകത്ത് ഞാനത് കുറേ കണ്ടു. പക്ഷെ അതിനകത്ത് സ്ക്രിപ്റ്റൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അതൊക്കെ കാണാതെ പഠിച്ചാണോ? കാണാതെ പഠിക്കുക എന്ന് പറയുന്നത് കാണാതെ നമ്മൾ ബൈഹാർട്ടായിട്ട് പഠിക്കുക അല്ല. അത് നിരന്തരമായിട്ടുള്ള ട്രെയിനിങ്ങിലൂടെ മനസ്സിലേക്ക് പതിഞ്ഞിറങ്ങാണ്. നമ്മൾ ആ താരാത്മ്യം പ്രാപിക്കുകയാണ്. ആ കഥാപാത്രത്തിലേക്ക് അങ്ങനെ പ്രാപിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഡയലോഗ്സ്, ആ സീനിൽ എന്താണ് പറയേണ്ടതെന്നുള്ളത് നമ്മുടെ ബൈഹാർട്ടായിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ്. ഇതിങ്ങനെ സ്ക്രിപ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ പോയി കിടന്ന് മുക്കറയിടും, നടക്കില്ല അതൊന്നും. അതിനുവേണ്ടിയാണ് എഗെയിൻ റിഹേഴ്സൽ എന്ന് പറയും. വീണ്ടും ഒരു ദിവസം തന്നെ 2-3 റിഹേഴ്സൽ ചെയ്തുകൊണ്ട് 2 മാസം ചെയ്യുന്നത്. ആ ഡയലോഗാണ് ആദ്യം തറവാകേണ്ടത്. ആ ഡയലോഗ് തറവായാൽ മാത്രമേ എങ്ങനെ അഭിനയത്തിനെ മോഡുലേറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് പഠിക്കാനും ചെയ്യാനും പറ്റത്തുള്ളൂ. ഇതൊക്കെ പറഞ്ഞു തരുമ്പോഴത്തേക്ക് ഞാൻ വലിയൊരു നടനോ സംവിധായകനോ അങ്ങനെ ഒന്നും ആയതിട്ടല്ല ഇതൊക്കെ പറയുന്നത്. ഇതൊക്കെ എൻ്റെ പാഷനിൽ നിന്നുണ്ടായതും എൻ്റെ അനുഭവങ്ങളിൽ നിന്നുണ്ടായതും. എക്സ്പീരിയൻസ് ഒരു വലിയ ഗുണമാണ് ലൈഫിനകത്ത്. എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാനിപ്പോഴും 30 പേരുള്ള ചമയം തിയേറ്റർ എന്ന് പറയുന്ന ഒരു തിയേറ്റർ എന്നോട് വളരെ സൗഹൃദങ്ങൾ കൂടെ നിൽക്കുന്നെങ്കിൽ അതെൻ്റെ വിജയമായിട്ട്, നാടക വിജയം എൻ്റെ ലൈഫിലായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. അത് തന്നെയാണ് ജീവിത വിജയം എന്ന്. കാരണം നമ്മൾ സന്തോഷിച്ചെടുത്ത് ആഗ്രഹിച്ചെടുത്ത് നമ്മൾ നേടുക. അപ്പോൾ ആൾക്കാർ ചോദിക്കും, നീ എന്ത് നേടി? നേട്ടം എൻ്റെ പരിമിതമായ ആഗ്രഹങ്ങളേ ഉള്ളായിരുന്നു, അത് നേടുക എന്നുള്ളതാണ്. അല്ലാതെ എനിക്കിപ്പോൾ വലിയ വേറൊരാളാകണമെന്നല്ല എൻ്റെ ആഗ്രഹം. എൻ്റെ പരിമിതമായ ആഗ്രഹങ്ങളിൽ ഞാൻ നേടി എന്നുള്ളൊരു വിശ്വാസം ഉറച്ചു വിശ്വസിക്കുന്നു. അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഇനി ഈ അടുത്ത ഒരു നാടകം വരുന്ന ഡിസംബർ മാസമാണല്ലോ നാടകം വരുന്നത്. ഇനി അതിലേക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയോ? അതായത് നമ്മൾ ഈ കെൻഡക്കി കഴിച്ചിട്ട് വയറ് നിറയും, KFC മത്തി കഴിക്കും. ഈ 2 ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് പറയട്ടെ, നമ്മൾ കഴിച്ച് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീരുമാനം എടുക്കും, പറയാം എന്താണെന്ന്,
ഓ ഇനി ഞാൻ കഴിക്കില്ലെന്ന്. ഇതേ അവസ്ഥയാണ് ഓരോ നാടകങ്ങൾ അബുദാബിയിൽ കഴിയുമ്പോഴും അവിടുന്ന് അന്ന് ഇറങ്ങാൻ നേരത്തെ ഒരു തീരുമാനം എടുക്കും, ഇനി ഈ നാടകത്തിനില്ല, ഈ പണിക്കില്ല എന്ന്. പക്ഷേ ഓഗസ്റ്റ് മാസം ആകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഒരു ലെറ്റർ വരുന്നു, നിങ്ങൾ നാടകം ചെയ്യുന്നില്ലേ, ഓരോരോ സമിതികൾ സംവിധായകർ നാട്ടിൽ നിന്ന് വരുന്നു, എല്ലാ ക്യാമ്പുകളും സജീവമാകുന്നു, നാടക സ്റ്റേജിൽ സംഭവിക്കുന്നു. ഓക്കെ, പക്ഷേ അതിനു മുമ്പ് നമുക്ക് കിട്ടുന്ന ആ ഒരു റിഹേഴ്സൽ ക്യാമ്പ്, അതാണ് ഏറ്റവും വലിയ സന്തോഷം. ആ 2 മാസം നമ്മുടെ ജീവിതം നമ്മൾ ഇതിനു വേണ്ടി ഒഴിഞ്ഞു വെക്കുക, ആ സന്തോഷമാണ്. ആ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്നതിന് നമ്മൾ ആലോചിക്കും, ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എങ്ങനെയെങ്കിലും വേദി. പക്ഷേ അത് കഴിഞ്ഞ് കഴിയുന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഒരു ട്രോമ ഉണ്ട്, അതിനെ മറികടക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പോൾ ഈ ഡിസംബർ മാസത്തിലേക്ക് നാടകം ഞാൻ KSC വേറൊരു ആവശ്യത്തിന് വേണ്ടി സംസാരിച്ചെന്നെ പറയും, ഈ പ്രാവശ്യം നേരത്തെയാണ് കേട്ടോ, നേരത്തെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ തീരുമാനം ചെയ്യത്തില്ല എന്നൊക്കെയാണ്. അന്നേരത്തെ കാര്യം പറയാൻ പറ്റില്ല. ആഗ്രഹങ്ങളുണ്ട്, മനസ്സിലായില്ല. നാടകം ഒരു അഭിനിവേശമാണ്, ഒരു ആഗ്രഹമാണ്. പിന്നെ ഇനിയിപ്പോൾ വിചാരിച്ച ആരെങ്കിലുമൊക്കെ നാടകത്തിൽ അഭിനയിക്കാൻ വിളിച്ചാൽ പോയി അഭിനയിക്കാൻ ഒരുപാട് വേറെ ടീമുണ്ടല്ലോ, കണ്ടമാനം. കാരണം എക്സ്പെൻസ്, പൈസ ചിലവുണ്ട്. ഒരു നാടകം വേദിയിലെത്തുന്ന ഒരു ചിലപ്പോൾ പ്രേക്ഷകർ പറയും നമ്മൾ തള്ളുകയാണെന്ന് പറയും. അല്ല, 50,000 40,000 to 50,000 മസ്റ്റായിട്ട് പൈസ ചിലവാകുന്നുണ്ട്. ലൈറ്റ് ആൻഡ് സൗണ്ടിന് വരെ നമ്മൾ കൊടുക്കുന്ന പൈസകൾ, അവിടുന്ന് തുടങ്ങി റിഹേഴ്സൽ ക്യാമ്പ്. ഇവിടുത്തെ യുവയിലെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്, നല്ലൊരു റിഹേഴ്സൽ ക്യാമ്പ് കിട്ടുക എന്നുള്ളതാണ്. നാട്ടിലൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഷെഡടിച്ച് അവിടെ പോയി നമുക്ക് കളിക്കാം. ഇതങ്ങനെ പറ്റില്ല. ഇവിടെ UAE റിഹേഴ്സൽ ക്യാമ്പ് എവിടെയാണ് സാധാരണ? അത് ഓരോരുത്തർ, ഇപ്പം നമുക്ക് ഗലീലിയോ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഏറ്റവും അടുത്ത ഹയാത്ത് ഒരു സൗണ്ട് സിസ്റ്റം, അവരുടെ ഒരു വെയർ ഹൗസ് നമുക്ക് വിട്ടു തന്ന്, അവരെയൊക്കെ പൂവിട്ട്, കാരണം അത്രയും ദിവസം അവർ നമുക്ക് വേണ്ടി വിട്ടു തരികയാണ്. അങ്ങനെ ഓരോ നാടകങ്ങളും ഓരോരുത്തരും കണ്ടെത്തുന്ന അങ്ങനെയുള്ള സോഴ്സാണ്. വെയർ ഹൗസുകളാണ് കൂടുതലും ശരണം. പിന്നെ സംവിധായകർക്കൊന്നും ഒരു ചെറിയ ഒരു ഹാളിൽ നിന്നുകൊണ്ട് റിഹേഴ്സൽ ചെയ്ത്, കാരണം ഇതിന് ഒരുപാട് സാങ്കേതികത്വങ്ങളുള്ളതാണ്. നാടകത്തിന് സാങ്കേതികത്വം ഏറ്റവും കൂടുതലാണ്. പല മാജിക്കുകളും സ്റ്റേജിൽ കാണിക്കുന്നതാണ്. അതിനൊരു ചെറിയൊരു ഹാളിൽ നിന്നുകൊണ്ട് ഒരിക്കലും നാടകം ചെയ്യാൻ കഴിയില്ല. അതിന് തുറന്ന ഒരു സ്പേസ് വേണം. ഇപ്പോൾ മാടമോക്ഷം എന്നൊക്കെ പറയുന്ന ഒരു നാടകം ഇവിടെ ചെയ്തപ്പോഴത്തേക്ക് അതിനൊക്കെ തുറസായ സ്ഥലത്തേ അതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കടമ്പകൾ, പക്ഷേ ഒരു സിനിമ ചെയ്യുന്നതിനേക്കാൾ വലിയ കടമ്പയാണ് ഒരു നാടകം ഇവിടെ അത് ഭരത് മുരളിയിൽ അരങ്ങേറുക എന്നുള്ളത്. അപ്പം ഇനി എന്താണ് നാടകത്തിനെക്കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞു. എനിക്ക് തോന്നുന്നു പ്രേക്ഷകന് തന്നെ ബോറടിക്കും കേട്ടോ ഇത്രയൊക്കെ കേൾക്കുന്നത്, അല്ലേ? ഏകദേശം നാടകത്തെ കുറിച്ചുള്ളതെല്ലാം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കിനി കോസ്റ്റ്യൂമിനെ കുറിച്ച് ചോദിക്കാം. ഈ കോസ്റ്റ്യൂംസ് ഒക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണോ അതോ UAE തന്നെ റെഡിയാക്കുന്നതാണോ? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു നൂൽപ്പാലമായിരുന്നു ഇതൊരു നൂൽപ്പാലം തന്നെ ആയിരുന്നു. ഇതിനെ ബന്ധിപ്പിക്കുന്ന എൻ്റെ ആർട്ടിനെ, ഞാൻ വേറെ കമ്പനി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു കാര്യം ഉണ്ടായാലും എനിക്ക് സ്വതന്ത്രമായിട്ട് ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങി ആദ്യം നമ്മൾ ഒരു ജോലി റിസൈൻ ചെയ്യാൻ നേരത്ത് നമ്മുടെ കുടുംബത്തിനെ ബോധ്യപ്പെടുത്തണം എന്നുള്ളത്, നല്ലൊരു പോസ്റ്റിൽ നമ്മൾ ഇരിക്കുന്ന ഒരു വ്യക്തികൾ നമ്മൾ ആദ്യം ആ ജോലി ഉപേക്ഷിക്കുക, നമ്മുടെ ഇഷ്ടമുള്ള ഫീൽഡിലേക്ക് ഇറങ്ങുകയാണെന്നുള്ളത് ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് എവിടെയാണ്? നമ്മുടെ കുടുംബത്തിനെയാണ്. അതിന് ബോധ്യപ്പെടുത്താൻ മറ്റൊരു സ്ഥാപനം തുടങ്ങുന്നു. അത് ആദ്യമൊക്കെ അത്ര വലിയ വിജയമല്ലെങ്കിലും അത് വിജയമാണ് എന്ന് വരുത്തി തീർക്കുന്നു. പെതുക്കെ അവിടുന്ന് പിടുത്തം വിട്ട് ഇങ്ങോട്ട് വരുന്നു. ഇങ്ങനെ വന്നിട്ട് ഈ സാധനം പിന്നെ ഇതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴും ഉള്ളിൽ ഏതായിരുന്നു? മറ്റേ ആർട്ട് നാടകം ഇതായിരുന്നു. അപ്പം ഇപ്പം അൽഹംദുലില്ലാ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം രണ്ടും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് നന്നായി എനിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നു. നമ്മുടെ കൂടെയുള്ള ഉണ്ണിച്ചേട്ടൻ, റൌഫ്, ഷംനാദ്, അങ്ങനെ സ്റ്റാഫുകളായാലും ഒക്കെ വളരെ സപ്പോർട്ടാണ് നമുക്ക്. അപ്പോൾ ഉണ്ണിച്ചേട്ടനൊക്കെ കൂടെ നിന്ന് നൗഷാദ് പോയി നാടകം ചെയ്തോ എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞയക്കുന്നതുകൊണ്ട് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നു. നമ്മൾ നാടകത്തെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ സുഹൃത്തുക്കൾ നമുക്കുണ്ട്. റാം, അബൂക്ക, അങ്ങനെ കുറേ പേരുകളുണ്ട് നമുക്ക് വേണമെന്നൊക്കെ പറയാം. രാജീവ്, ഇങ്ങനെ പോകുന്ന കുറേ ഇവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. എപ്പോഴും നാടകം ചെയ്യുന്നൊക്കെ പറയാം. ഇനി സുഹൃത്തുക്കളുണ്ട് കേട്ടോ, പേര് മറന്നു പോയത് ഉണ്ട് പറയാത്തതാണ്. ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. വരുന്ന എല്ലാം എൻ്റെ നല്ല സുഹൃത്തുക്കളാണ്. അവർക്കെല്ലാം ഒരു സലാം ഞാൻ ഇതിനകത്തോട് ഇപ്പോൾ പറയുകയാണ്. കാരണം നാടകത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ഒരു സറൗണ്ടിങ്, ഒരു കൂട്ടം എൻ്റെ കൂടെ ഉണ്ട്. അവർ എൻ്റെ കൂടെ ഇനിയും ഉണ്ടാവണമെന്ന് ഇതിലൂടെയും കൂടെ ഞാൻ പറയുകയാണ്. നൗഷാദ് ഖാൻ, ഞാൻ ഇങ്ങ് കയറി വന്നപ്പോൾ തന്നെ ഇഷ്ടംപോലെ ഈ കോസ്റ്റ്യൂംസും അതുപോലെ ഈ ടൂൾസ്, ഈ വിളക്ക്, പ്രോപ്പർട്ടീസ്, അങ്ങനെയുള്ള ഇഷ്ടംപോലെ ഐറ്റംസ് ഞാൻ കണ്ടു. അപ്പം ഇതൊക്കെ എല്ലാ കലാരൂപങ്ങളുടെ ഐറ്റംസ് ഇവിടെ കിട്ടുമോ? അതായത് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിംസ്, ഇങ്ങനെയുള്ള എല്ലാ കലാരൂപങ്ങളുടെയും എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടോ? അല്ല, അത് വിനീതം, ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. എന്താണെന്നറിയാമോ?
കാരണം ഇത് ഞാൻ ആദ്യം എൻ്റെ ബിസിനസ് പർപ്പസിനേക്കാൾ ഉപരി എൻ്റെ കലാ ജീവിതത്തിനെ ബന്ധിപ്പിക്കാൻ ശ്രമിച്ച ഒരാളായിരുന്നു. പക്ഷേ പിന്നെ അങ്ങനെയാണല്ലോ, ഇതിനകത്ത് ബിസിനസ് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇതിനകത്തും അങ്ങ് പാഷനായി. ഓരോരോ കാരണം ആൾക്കാർ വിചാരിക്കും ഒരുപാട് സമ്പാദിച്ചിങ്ങനെ ഒരുപാട് കിട്ടുന്നത്, ഇത് കുറേ റെൻ്റൽ ആണല്ലോ നമ്മളായിട്ട്. പക്ഷേ ഇറങ്ങുന്ന ഒരു യൂട്യൂബ് സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് ഇറങ്ങുന്ന ആൾക്കാർക്ക് ഡിസൈനിലുള്ളത് അപ്പം തന്നെ ഇവിടെ എടുത്ത് ചെയ്യിക്കുക, നാട്ടിൽ നിന്ന് ഉടൻ തന്നെ പോയി കൊണ്ടുവരിക. പിന്നെ ഈ കലാരൂപങ്ങളെന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരുപാട് പ്രോപ്പർട്ടീസാണ് ഏറ്റവും വലിയ വിഷയം. ഇവിടെ ചെയ്യുന്ന പരിമിതമായ ആൾക്കാരേ ഉള്ളൂ. നാട്ടിൽ നിന്ന് കാർഗോ ഇങ്ങോട്ട് എത്തണമെങ്കിൽ ബോക്സ് വൈസ് നമ്മൾ പൈസകൾ കൊടുത്താണ് ഇതെല്ലാം ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തും കൊടുക്കണം എന്നുള്ള ഉദ്ദേശം, കാരണം എനിക്ക് പൈസ കിട്ടുന്നതിനേക്കാളൊക്കെ ഉപരി ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നോ എന്ന് പറയരുത്. അത് എൻ്റെ കലാപരമായ ഒരു ആഗ്രഹവും കൂടിയാണ്. എങ്ങനെ ഞാൻ സമ്പാദിച്ചു കൊടുക്കും? ചിലപ്പം ഞാനൊരു 10 ദിർഹംസിൻ്റെ വാല്യൂവും 500 ദിർഹംസിനും ഒരേ വാല്യൂ കൊടുക്കും. 10 ദിർഹംസിന് വാങ്ങാൻ പറ്റുന്ന കസ്റ്റമർക്ക് ഞാൻ ചിലപ്പോൾ വണ്ടി എടുത്ത് പോയി അത് സ്റ്റിച്ച് ചെയ്യിക്കുമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. ആ തുണി എടുക്കാൻ പോകും, ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്യിക്കും. ചിലപ്പോൾ 500 ദിർഹംസിന് ഞാൻ അത്രയും കെയർ കൊടുക്കത്തില്ല. പക്ഷെ എന്താണെന്ന് പറയട്ടെ, ഓരോരോ ആർട്ടിസ്റ്റുകളും അവർക്ക് ആഗ്രഹമുള്ള രീതിയിലേക്ക് ഓരോരോ വേഷവിധാനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്തു കൊടുക്കണമെന്ന് നിർബന്ധമായിട്ടും ഫീഡ്ബാക്കുകൾ, പരാതികൾ പറയുന്നത് എല്ലാം സന്തോഷത്തോടു കൂടി നമ്മൾ കേട്ടിട്ട് എങ്ങനെ അത് റെക്ടിഫൈ ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു, അതുകൊണ്ട് ബിസിനസ് കാരണം ഈ ഇരിക്കുന്ന ഇത് ലക്ഷക്കണക്കിന് ദിർഹംസ് മുടക്കി തന്നെയാണ് ഇതിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് അപ്പം ഇപ്പോൾ ചോദിക്കും ഏത് കാലഘട്ടങ്ങളിലൊക്കെയാണ്, അല്ലെങ്കിൽ ഇത് ഓഫ് അല്ലേ, അങ്ങനെയൊക്കെ ഒരു ചോദ്യം ഉള്ളിൽ വന്നില്ലേ? അല്ല, അതെനിക്ക് പറഞ്ഞേ മതിയാകും, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓഫ് സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പ് മാസത്തിൽ ഓഫാണ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂൾ അടയ്ക്കുന്ന ജൂൺ ജൂലൈ മാസങ്ങളിലും ഓഫാണ്. പക്ഷേ ഞങ്ങളുടെ ഏറ്റവും വലിയ ചാകര ബിസിനസ് എന്ന് പറയുന്നത് ഓണത്തിന് നമ്മൾ ഈ സാധനങ്ങൾ കൊടുക്കുക മാത്രമല്ല, ഞാൻ കുറേ ഈവൻറ്റ്സ് ചെയ്ത് കൊടുക്കും. ഈവൻ നമ്മുടെ കുറേ ഫ്രണ്ട്സ് അടങ്ങുന്ന ഒരു കൂട്ടമുണ്ട്. അവിടെ ചെന്നിട്ട് നമ്മൾ മാവേലി, പുലിക്കളി തൊട്ട് തുടങ്ങി എല്ലാം, തെയ്യം, കഥകളി, മോഹിനിയാട്ടം, ഇങ്ങനെ തുടങ്ങിയിട്ട് കേരളത്തിൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ നോർത്തിൻ്റെ എല്ലാ കലാരൂപങ്ങളും വിത്ത് ആളിനെ അടക്കം നമ്മൾ അവിടെ ഓരോരോ ഷോ ചെയ്തു കൊടുക്കും. എനിക്ക് വർഷങ്ങളായിട്ടോ അതേപോലെ വർക്ക് ചെയ്യുന്ന ഹാസർ ഹോസ്പിറ്റൽ, ഫ്ലോറ ഹോട്ടൽ, ഇവരൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് നമ്മളുടെ ഈവൻറ്റ് മാത്രമാണ്. അവർ ഈവൻറ്റ്സ് കമ്പനിയുണ്ട്, പക്ഷേ ഞാനതല്ല, അങ്ങനല്ല. ഓരോരോ ചിലപ്പം ചില തീം വരും, നമ്മൾ അതനുസരിച്ച് ആർട്ട് ഒരു ചെറിയ ഡ്രാമ ചെയ്ത് കൊടുക്കും, എല്ലാ കലാരൂപങ്ങളോടാക്കും. പിന്നെ എനിക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ പ്രാവശ്യം ഇങ്കാസിൻ്റെ വലിയൊരു മത്സരം UAE നടന്ന് ഞാൻ കൊണ്ടുപോയ 35 പേരുടെ റാസൽ കൈമ ഇന്ത്യൻ സ്കൂളിന് വേണ്ടി ഞാൻ അത് ചെയ്തു. ഇത്രയും ദുബായ്, ഷാർജ ടീമിനെയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഞാൻ ചെയ്ത അതിന് 1ാം സമ്മാനം കിട്ടുകയാണ്. കലാരൂപം ഞങ്ങൾ കൊണ്ടുപോയ. അതുപോലെ തന്നെ ഈ ബാങ്ക് അസോസിയേഷൻ UAE അവർ നടത്തിയൊരു മത്സരമുണ്ട്, അതിലും പോയി 1ാം സ്ഥാനത്തെത്തുക. അപ്പോൾ ഇങ്ങനെ അതൊക്കെ ഒരു സന്തോഷം ഉണ്ടാക്കുന്നതാണ്. പൈസ കിട്ടും കേട്ടോ, പക്ഷേ എങ്കിൽ പോലും. പിന്നെ പഴയ എഞ്ചിനീയറിംഗ് കോളേജ്, ആദ്യകാല എഞ്ചിനീയറിംഗ് കോളേജ് തിരുവനന്തപുരത്തിന് വേണ്ടി പോയിട്ട് അവർക്ക് വേണ്ടി ഒരു സാധനം ചെയ്തു കൊടുക്കുക. അപ്പം ഇത് ഞാൻ എണ്ണപ്പെട്ട കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ, A to Z തുടങ്ങി നിങ്ങൾക്ക് എന്താവശ്യമുണ്ടല്ലോ. ഇപ്പം സ്കൂൾ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾ കഷ്ടപ്പെടുന്നത് ടീച്ചർമാർ തലേന്ന് എഴുതി കൊടുത്ത് പറഞ്ഞു വിടും. എന്താ, നീ നാളെ സ്പൈഡർമാൻ ആയിരിക്കും, നാളെ മറ്റേ അക്ബർ ചക്രവർത്തി ആയിരിക്കും, അങ്ങനെ ഓരോന്ന് പറഞ്ഞു വിടുക. അവരാണെന്നുണ്ടെങ്കിൽ നാളെ സിൻഡ്രല്ലയുടെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരണം. അപ്പോൾ ആ ഒരു തോട്ട് എനിക്കുണ്ട്. അവിടെ നിന്ന് ഇത് ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പേരൻസിനൊക്കെ വളരെ ആശ്വാസമോ. അവർ തിരഞ്ഞ് നടക്കണ്ടല്ലോ, വിളിക്കുക, വരിക, എടുത്തുകൊണ്ട് പോവുക, പിറ്റേന്ന് തരിക, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് തരിക. ഇവിടെ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ വെക്കുന്നില്ല. പക്ഷേ അത് വളരെ കംഫർട്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏതൊരു കാര്യവും. പിന്നെ നമ്മൾ സമയമുണ്ടെങ്കിൽ അവർ തരുന്ന ഡിസൈൻ അനുസരിച്ച് നല്ലതുപോലെ ചെയ്ത്, അതായത് ക്യാരക്ടർ ഡ്രസ്സുകൾ, ഡാൻസിൻ്റെയൊക്കെ ഏറെക്കുറെ മൊത്തം ഇവിടെ ഉണ്ട്. നിങ്ങൾക്കറിയാൻ വേണ്ടി ഷെൽഫിലൊക്കെ 10ഉം 250, അതായത് ജോഡി 10 സെറ്റ് വീതം വെച്ച് അങ്ങനെ നമ്മുടെ അടുത്ത് ഭരതനാട്യമുണ്ട്, മോഹിനിയാട്ടമുണ്ട്, കുച്ചിപ്പുടിയുണ്ട്, സിനിമാറ്റിക്കും ഇതൊക്കെ ഇങ്ങനെ 2 ടൈലേഴ്സ് ഇരുന്ന് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകം വളരെ വളരെ ബൂസ്റ്റപ്പ് നമ്മളൊരു തള്ളലല്ല നടത്തുന്നത്. ഇതിനകത്ത് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലോത്ത് എടുക്കുക, തയ്ക്കുക, അത് ചിലപ്പോൾ കുറച്ചൊക്കെ അവിടെ ഇരുന്ന് പോകും. പക്ഷേ
പ്രേക്ഷകരെ കംഫർട്ടാക്കുക എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഓണമായി തുടങ്ങുമ്പോഴത്തേക്ക് ഞാൻ ഒരു ദിവസമൊക്കെ യു ക്യാൻ ബിലീവ് എന്ന് ചോദിക്കും, 38 മാവേലി ഇവിടുന്ന് പോകും, അല്ലെങ്കിൽ ഒരു 40 മാവേലി പോകും. അതിൽ 20-22 മാവേലിയെ നമ്മൾ തന്നെ ഒരുക്കി ഇവിടുന്ന് മേക്കപ്പ് അടക്കം വിടും. മേക്കപ്പ് മാനുണ്ട്. ഞങ്ങളെല്ലാം മേക്കപ്പ് മാനാകും. മാവേലിയല്ലേ, കുറേ നാളിലെ എക്സ്പീരിയൻസ് ആയില്ലേ. ഇതൊക്കെ തൊഴിലാളി അല്ലെങ്കിൽ ഞങ്ങൾ വലിയ ആളോ എന്നൊക്കെ ഉള്ള രീതിയൊന്നും ഇവിടെ ഇല്ല. എല്ലാവരും കൂടെ ചേർന്ന് ഇവിടെ രാവിലെ തുടങ്ങുന്ന മാവേലി ക്യൂ ആണ്, മനസ്സിലായില്ലേ. ഇനിയിപ്പം നമുക്ക് ഓഗസ്റ്റ് മാസം തൊട്ട് നമുക്ക് അതിൻ്റെ ഒരു ടെൻഷൻ തുടങ്ങും. പക്ഷെ രസമാണ്. ആ ഒരു 2-3 മാസം ഊണും ഉറക്കവും ഇല്ലാതെ വിവിധ തരം UAE ആഘോഷങ്ങൾക്ക് ചമയ ഒരു സാന്നിധ്യമാകാൻ സാധിക്കും. അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എവിടെ ചെന്നാലും ചമയത്തിൻ്റെ ഒരു കോസ്റ്റ്യൂം അവിടെ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ അവിടെ ഉണ്ടാകും, ഏതെങ്കിലും ഒരു വേഷം അവിടെ ഉണ്ടാകും. ഇത് നമുക്ക് വലിയ സന്തോഷമല്ലേ. നമ്മൾ കാണികളായിട്ട് ചെന്നാൽ പോലും നമുക്ക് കാണാം അവിടെ വരുന്നത് രണ്ട് കുട്ടികൾ നമ്മുടെ ഡ്രസ്സ് ഇട്ടുകൊണ്ടായിരിക്കും എന്നൊക്കെ ഉള്ളത്. അപ്പം എല്ലാവരോടും ഞാൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്താണ്, നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടോ നമ്മൾ ചെയ്തു തരാൻ തയ്യാറാണ്. പിന്നെ ആദ്യകാലങ്ങളിൽ നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു, ഇപ്പം കടകളൊക്കെ തുടങ്ങുന്നുണ്ട്. ബിസിനസ് വളരട്ടെ, എല്ലാവർക്കും കച്ചവടം ഉണ്ടാകട്ടെ എന്ന് തന്നെ നന്മ പറഞ്ഞ മനസ്സോടുകൂടി തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോഴും ഞാൻ പറയുന്നു നല്ല, കാരണം ഞങ്ങൾ കുറേ വർഷമായതുകൊണ്ട് വളരെ വില കുറച്ചുകൊണ്ട്, കാരണം പുതിയ ആൾക്കാർക്ക് അത്രയും പറ്റത്തില്ല, അതങ്ങനെയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറേ വർഷങ്ങളായതുകൊണ്ട് നമുക്ക് നല്ലൊരു പ്രൈസിൽ കസ്റ്റമേഴ്സിന് നല്ല സാധനങ്ങൾ കൊടുക്കാൻ കഴിയും. അത് പുതിയതായാലും പഴയതായാലും ഒക്കെ വളരെ കുറഞ്ഞ വില നിലവാരത്തിൽ ആൾക്കാർക്ക് കംഫർട്ട് ആകുന്ന രീതിയിൽ. ചിലർക്ക് എല്ലാവർക്കും ആർട്ടിസ്റ്റുകളല്ലേ, ഞാനൊരു ആർട്ടിസ്റ്റ് മൈൻഡ് ഉള്ളതുകൊണ്ട് ഞാനങ്ങനെ ചിന്തിക്കും, അവർക്കൊന്ന് വേദി കയറണം, പക്ഷെ പൈസ ഇല്ല, അങ്ങനെയുള്ളൊരവസ്ഥയുണ്ടല്ലോ. പക്ഷെ നമുക്ക് ഒരിക്കലും ഫ്രീ ആയിട്ട് ആർക്കും കൊടുക്കാൻ പറ്റില്ല. എങ്കിൽ പോലും നമ്മുടെ ഒരു സർവീസ് ചാർജ് എടുത്ത് ഞാൻ പലവർക്ക് നമ്മൾ പല പ്രോഗ്രാമും ചെയ്യാൻ കൊടുക്കും. എന്താണ്, നിങ്ങൾ ആർട്ടിസ്റ്റ് അല്ലേ, നിങ്ങൾ ചെയ്തിട്ട് വാ. അപ്പം അനവധി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും. ഇത് ഞാനിപ്പം എന്നെ എന്തായാലും നാടകത്തിനെ കുറിച്ച് ചോദിക്കാൻ വന്നു, പക്ഷേ ഞാനൊരു പ്രൊമോഷനായിട്ട് തന്നെ ഞാനിത് പറയുകയാണ്. എന്തുകൊണ്ടറിയാമോ, ആ പ്രൊമോഷൻ എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ടുള്ള പ്രൊമോഷനാണ്, കച്ചവടത്തിന് വേണ്ടിയുള്ള വർത്തമാനമല്ല. നമ്മളത് ചെയ്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. നമ്മൾ അത്രയേറെ എഫേർട്ട് എടുക്കുന്നുണ്ട് ഈ ഒരു വർക്കിനകത്ത്. അതിനും ഞാൻ തികച്ചും സന്തോഷവാനാണ്. ഇത്രയും നേരം നമ്മൾ നൗഷാദിക്കയുടെ ഈ നാടക ലൈഫിനെ കുറിച്ചും ബിസിനസ്സിനെ കുറിച്ചും എല്ലാം സംസാരിച്ചു. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് നൗഷാദിക്കയുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചാണ്. പേഴ്സണൽ ലൈഫ്, ഫാമിലി, അത് ഞാൻ പറഞ്ഞില്ലേ, സന്തോഷങ്ങൾ ഒരുപാട് ജീവിതത്തിൽ കിട്ടുമ്പോൾ ചില ദുഃഖകരമായതും ജീവിതത്തിൽ സംഭവിക്കും. എന്നോടൊപ്പം എൻ്റെ നാടക വളർച്ചക്കൊക്കെ എന്നോടൊപ്പം ചേർന്ന് നിന്ന എൻ്റെ ഭാര്യ കഴിഞ്ഞ 2 വർഷമായി എൻ്റെ കൂടെ ഇല്ല, മരണപ്പെട്ടു. അപ്പം അതൊരു വേദനാജനകമായൊരു കാര്യം തന്നെയാണ്. എനിക്ക് 3 മക്കളാണ്. മൂത്ത മകൻ ഡൽഹി അമിറ്റിയിൽ ഫിലിം മേക്കിംഗ്, നമ്മുടെ അതേ പാത സ്വീകരിച്ചുകൊണ്ടും അതിനുള്ള ക്രൈസും ഇപ്പോൾ ഫിലിം ചെയ്തു തുടങ്ങുന്നു. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു, ഇനിയിപ്പം PG മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് മുംബൈയിലേക്ക് പോകുന്നു. സിനിമകൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതാണ്. പിന്നെ 2 മക്കൾ എൻ്റെ കൂടെ തന്നെയാണ് UAE-യിൽ. മകൾ, രണ്ടാമത്തത് മകൾ, അവൾ എമിറേറ്റ്സ് നാഷണൽ സ്കൂളിൽ +2 വിദ്യാർത്ഥിനിയാണ്. മൂന്നാമത്തെ മകൻ നല്ലൊരു ഡാൻസറാണ്, അവൻ 8th സ്റ്റാൻഡേർഡിൽ. ഞാൻ പറഞ്ഞല്ലോ, അവിടെയും എനിക്ക് ജനങ്ങളോടും എല്ലാവരോടും ഒരു എൻ്റെ ജീവിത അനുഭവം വെച്ച് തന്നെ ഞാൻ പറയുകയാണ്, നമുക്ക് എങ്ങനെയും ജീവിക്കാം, നമ്മൾ ഡിപ്പെൻഡഡ് ആകരുത്. ഇന്ന് ഏറ്റവും വലിയ ധൈര്യപൂർവ്വം ഈ ക്യാമറയ്ക്ക് മുമ്പിൽ ഇരുന്ന് പറയാൻ പറ്റുന്ന ഒരു സിംഗിൾ ഫാദറാണ് ഞാൻ. കാരണം തളർന്നു പോകേണ്ട പലയിടങ്ങളിലും ഞാൻ തളരാതെ കഴിഞ്ഞ 2 വർഷമായിട്ട് എൻ്റെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ വളർത്തുകയാണ്. വളർത്തുന്നത് എൻ്റെ അവകാശമാണ്. അത് ഞാൻ അവർക്ക് കൊടുക്കുന്ന ഔദാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ എന്നെക്കൊണ്ടത് കഴിയുന്നു എന്നുള്ള ഒരാത്മവിശ്വാസം അത് ഞാൻ മറ്റുള്ളവരിലേക്കും പകർന്നു തരികയാണ്. നമുക്ക് ജീവിത വഴികളിൽ ഒരുപാട് തകർച്ചകളുണ്ടാകാം, നഷ്ടപ്പെടലുകളുണ്ടാകാം. ഇതൊരിക്കലും നികത്താനാവാത്ത നഷ്ടമാണ് എൻ്റെ ലൈഫ് ഉണ്ടായിട്ടുള്ളത്. അതിന് ഞാൻ ഓവർകം ചെയ്തിട്ട് പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളെ അത് അറിയിക്കാതെ ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് മാർച്ച് 21, 2024 ശേഷം ഞാൻ ഇത്രയും 2.5 വർഷമാകാൻ പോകുന്നു. ഞാൻ എൻ്റെ മക്കളെ സന്തോഷത്തോടു കൂടി വളർത്തുന്നു. ഒരു സിംഗിൾ ഫാദർ എന്ന രീതിയിൽ ഞാൻ അതിനകത്ത് വളരെയേറെ അഭിമാനം കൊള്ളുന്നു. നമുക്ക് കഴിയണം. അത് എൻ്റെ മക്കളെയും ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു. മക്കളെന്തായാലും സന്തോഷമാണ്, ഞാനും സന്തോഷമാണ്. നഷ്ടങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് ചിന്തിച്ചാൽ ഞങ്ങൾ ഹാപ്പിയായിട്ട് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നു. പക്ഷേ നഷ്ടം ഒരിക്കലും നികത്താൻ കഴിയുകയില്ല, എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും. എന്നാലും
ജീവിതം സന്തോഷം. അപ്പം WM മീഡിയയ്ക്ക് വേണ്ടി നമ്മുടെ പ്രശസ്തനായ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിലും ഒരു ബിസിനസ്മാൻ എന്ന നിലയിലും പേഴ്സണൽ ലൈഫിൽ ഒരു നല്ലൊരു ഫാദർ എന്ന നിലയിലും ഉള്ള നൗഷാദ് ഇക്കയോട് എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ സാധിച്ചതിൽ ഈ WM മീഡിയയോടും നൗഷാദ് ഇക്കയോടും ഒക്കെ ഞാൻ വളരെയധികം നന്ദി പറയുന്നു. എനിക്ക് തിരിച്ചും WM മീഡിയയോടും വിനീതയോടും എല്ലാവരോടും എൻ്റെ നന്ദി, സ്നേഹം. കാരണം ഇത്രയും സമയം നിങ്ങളും എനിക്ക് വേണ്ടി ചിലവാക്കിയില്ലേ, സ്നേഹം മാത്രം.